നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തൃശൂരിൽ CPM ഓഫീസിന് നേരെ പെട്രോൾ ബോംബേറ്. ചേരുംകുഴിയിലെ CPM പാർട്ടി ഓഫീസിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാതർ പെട്രോൾ ബോംബെറിഞ്ഞത്. പ്രദേശത്ത് വൈദ്യുതി നിലച്ച സമയം നോക്കി നടത്തിയ ആക്രമണത്തിൽ ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കാറൽ മാക്സിന്റെ ചിത്രം ഭാഗികമായി കത്തി നശിച്ചു. ഓഫീസിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട് ഓടിക്കൂടിയ സമീപവാസികൾ ഉടനടി തീയണച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായ സാഹചര്യത്തിൽ മണ്ണുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ അകമല ഭാഗത്തുണ്ടാകുന്ന തുടർച്ചയായ അപകടങ്ങൾ ഒഴിവാക്കാൻ കർശന നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ് രംഗത്തിറങ്ങി. മേഖലയിൽ റോഡിലേക്ക് ഇറക്കി വെച്ച് പ്രവർത്തിക്കുന്ന അനധികൃത കച്ചവട സ്ഥാപനങ്ങളും പാതയോരങ്ങളിലെ കയ്യേറ്റങ്ങളും പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനായി അധികൃതർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപകടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് കൗൺസിലർ KP മദനൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും നൽകിയ ഔദ്യോഗിക പരാതിയെ തുടർന്നാണ് അടിയന്തരമായി ഈ നടപടി സ്വീകരിച്ചത്. ചെറുതുരുത്തിയിൽ എറണാകുളം പെരുമ്പാവൂർ സ്വദേശി ആഷിഖിനെ ക്രൂരമായി മർദ്ദിച്ച് പണവും മൊബൈൽ ഫോണും ATM കാർഡും കവർന്ന കേസിൽ 5 ചെറുതുരുത്തി സ്വദേശികൾ പിടിയിലായി. ചെറുതുരുത്തി റിവർ റിട്രീറ്റ് ബാർ കോമ്പൗണ്ടിൽ വെച്ച് യുവാവിനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശേഷം കൈവശമുണ്ടായിരുന്ന മൊബൈലും 12,800 രൂപയും ATM കാർഡും തട്ടിയെടുക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി ATM വഴി 2,500 രൂപ കൂടി കവരുകയുമായിരുന്നു. ഷജീർ, അഷ്റഫ്, നിഷാദ്, കൃഷ്ണദാസ്, അനീഷ് എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൗരാണികവും അമൂല്യവുമായ സ്വർണ്ണ തിരുമുഖം ഗോളക അപ്രത്യക്ഷമായ സംഭവത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ഓംബുഡ്സ്മാന് പരാതി നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പൊതുപ്രവർത്തകൻ അനീഷ് കണ്ടമട്ടിൽ ഓംബുഡ്സ്മാനെ സമീപിച്ചത്. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ നിലവിലുള്ളത് യഥാർത്ഥ തിരുമുഖമല്ലെന്ന് തെളിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് അധികൃതർ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകുന്നതെന്ന് ഭക്തർ ആരോപിക്കുന്നു.